ഹലോ ഹലോ അങ്കിൾ, ഞാൻ മിഥുനാണ്, കിരണിന്റെ ഫ്രണ്ടാണ് അങ്കിൾ. ആരാ? മിഥുൻ അങ്കിൾ, കിരണിന്റെ ഫ്രണ്ട്. എന്താ വേണേ രാവിലെ? അത് അങ്കിൾ, ഇന്നലെ കിരൺ ഹോസ്റ്റലിലോട്ട് വരുന്ന വഴിക്ക് ബൈക്കിൽ നിന്നൊന്ന് വീണു. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ഹെഡ് ഇഞ്ചുറി ഉണ്ട്, അപ്പോ അത്യാവശ്യമായിട്ടൊരു സർജറി വേണം. അതിന് 1 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കെട്ടിവെക്കണം. ഞങ്ങളിവിടെ 3-4 പേരുണ്ട് അങ്കിൾ, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ അത്രയും കാശ് എടുക്കാനില്ല. മോനെ അവൻ എന്തെങ്കിലും ശരിയാക്കാന്നാണ് ഡോക്ടർ പറഞ്ഞ അങ്കിൾ, പക്ഷെ കാശ് എത്രയും പെട്ടെന്ന് കെട്ടിവെക്കണം. കാശ് ഞാൻ ഉണ്ടാക്കാം മോനെ, കാശിപ്പോ ഞാൻ ഉണ്ടാക്കാം, ഇപ്പൊ അയച്ചു തരാം. ഇപ്പോ നിങ്ങളൊക്കെ നോക്കവനെ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് അങ്കിൾ, പേടിക്കണ്ട അങ്കിൾ. ഞാൻ അങ്കിളിനെ ഡോക്ടറെ ഒന്ന് കണ്ടതിന് ശേഷം തിരിച്ചു വിളിക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ് സാർ. എനിക്ക് സാറിൻ്റെ ഒരു സഹായം വേണം. ഇന്നലെ രാത്രിയിൽ എൻ്റെ മോനൊരു ആക്സിഡൻറ്റ് പറ്റി, അവൻ ഹോസ്പിറ്റലിലാണ്. ഇത് ബാങ്ക് ബംഗളാ. എനിക്ക് കുറച്ച് പൈസ വേണം, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. സാർ ഒന്ന് നോക്കുക. ശരി ശരി, ഒന്ന് വേഗം ആക്കണം കേട്ടോ. എനിക്ക് 10 മണിക്ക് അയക്കാനുള്ളൂ. ശരി. അച്ഛാ, എന്തായി അച്ഛാ? രവിചേട്ടൻ എന്ത് പറഞ്ഞു? ആരുടെ കയ്യിലും പൈസ ഇല്ല. ഒരത്യാവശ്യം വന്നപ്പോൾ ആരും സഹായിക്കാനില്ല. അച്ഛാ, നമുക്ക് ഈ വള വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യാം. അച്ഛൻ ഇത് വെച്ചോളൂ. ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുക്കാം. അച്ഛൻ ഇത് വെച്ചോളൂ മോളെ. ഇത് വെച്ചോളൂ അച്ഛാ. അച്ഛാ, ചേട്ടനൊന്നും ഉണ്ടാവില്ല അച്ഛാ, എല്ലാം ശരിയാകും. ഗുഡ് മോർണിംഗ് സർ. മോളെ, എനിക്ക് അത്യാവശ്യമായിട്ട് പണയം വെക്കണം. മാനേജറുടെ അടുത്ത് എന്നാ മതി, മാനേജറുടെ അടുത്ത് ചോദിച്ചാൽ മതി. മാനേജറൊക്കെ ചോദിച്ചാൽ മതി. ശരി ശരി. ഓക്കെ മേഡം, ലോണിന്റെ ഇൻട്രസ്റ്റിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താണ് മേഡം ഇത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പണയം വെക്കണം. എൻ്റെ പൊന്ന് സാറേ, ആ കസേരയിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടോ? സാറോടെ കുറച്ചു നേരം പോയി ഇരിക്കുക, ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഒന്ന് വരട്ടെ. സാറേ, എൻ്റെ മോൻ ആശുപത്രി കിടക്കുക, അവൻ്റെ സ്ഥിതി എനിക്കറിയില്ല. ഈ പൈസ അയച്ചിട്ട് വേണം ഓപ്പറേഷൻ നടത്താൻ. സാറേ, അങ്ങനെ പല ആവശ്യങ്ങളായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരല്ലേ അവിടെ ആ കസേരകളിലേക്ക് ഇരിക്കണേ. സാറും കുറച്ചു നേരം ചെന്ന് അവിടെ ഇരിക്കുക, അവിടെ നമുക്കെല്ലാം ശരിയാക്കാന്നേ. സർ ഗുഡ് മോർണിംഗ്. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് ആഫ്റ്റർനൂൺ. എടോ, തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ ഓഫീസിലേക്ക് താമസിച്ച് കയറി വരരുന്ന്. ഇത് സർക്കാർ ഓഫീസൊന്നുമല്ല, തോന്നിയ സമയത്ത് വന്നു കയറാനൊന്നും. സർ, ബസ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട്. ബസ് ബ്രേക്ക് ഡൗൺ ആയ അടുത്ത ബസ്സിൽ കയറിക്കൊള്ളണം, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് വന്നോളണം. തനിക്ക് മേക്കപ്പ് ഇടാനൊക്കെ നല്ല സമയം കിട്ടുന്നുണ്ടല്ലോ. 9:30 ഇവിടുത്തെ സമയം, 9 മണിയാ. 9 മണി മുതൽ 5:30 വരെ. ആ സമയത്ത് വർക്ക് ചെയ്യാമെങ്കിൽ മാത്രം കൂടി നീ വന്നേച്ചാൽ മതി, മനസ്സിലായോ? ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത്. പോക്കോ. സോറി സർ. സാറേ, ഇത് എന്റെ പൊന്നമ്മാവാ, ഇങ്ങോട്ട് താട്ടെ ഇങ്ങോട്ട്. സ്മീറ്റ, സ്മീറ്റ.
ഈ സാധനം സ്വർണ്ണം തോന്നുന്നു, ഉറച്ചു നോക്കിയിട്ട് എന്നാന്ന് വെച്ചാൽ കൊടുത്തു വിട്ടേരെ. ശരി സാർ. അങ്ങോട്ടേയല്ലേ, അങ്ങോട്ട് ചെന്നാ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊക്കോ 2 ഗോൾഡ് വന്നിട്ടുണ്ട്. സാറാണെങ്കിൽ അവിടെ നല്ല ദേഷ്യത്തിലാ. മര്യാദക്ക് നോക്കിക്കോട്ടെ. എന്ത് പറ്റി? അറിയില്ല. അതെ, കസ്റ്റമർ വരുന്നുണ്ട്. ഒന്ന് ഉറച്ചു വെക്ക്. നോക്കുക. ശരിക്കും ഉറച്ചു വെക്ക്. ഇത് ഗോൾഡ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നോക്കി നോക്കട്ടെ. നീ ഒന്ന് ഉരച്ചു നോക്കി. ആ, ഗോൾഡ് ആണോ? ആർക്കറിയാം. ഞാൻ പോയി സാറിനോട് പറഞ്ഞിട്ട് വരാം. ആ, സാറിനോട് പറഞ്ഞിട്ടോ. സർ, ഗോൾഡ് ആണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ആണല്ലേ? അപ്രൈസർ ആണെങ്കിൽ ഇന്ന് ലീവ് ആണ്. ഓ, തോമസേണ്ണന്ന് ലീവ് ആണല്ലേ? വെറുതെ റിസ്ക് എടുക്കണ്ട. എന്തായാലും അമ്മാവനെയും വിളിച്ച്. ഓക്കെ സർ. മാനേജർ സാർ വിളിക്കുന്നുണ്ട്, ഒന്ന് അകത്തേക്ക് ചെല്ലാവോ? സാറിന് കാണണം എന്ന് പറഞ്ഞു. അമ്മാവ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ ആ ഗോൾഡ് അപ്രൈസറേ, അതായത് സ്വർണം നോക്കുന്നയാൾ ഇന്ന് ലീവാണ്. അപ്പൊ അമ്മാവൻ പോയിട്ടൊരു കാര്യം ചെയ്യും, നാളെ ഒന്ന് വായോ, ഈ സമയത്ത് വന്നാൽ മതി. സാറേ, നാളെ വന്നാൽ മതി, നമുക്ക് ശരിയാക്കാം, കുഴപ്പമില്ല. നമസ്കാരം സാറേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പണയം വെക്കണം. വളരെ അത്യാവശ്യമായിട്ടാണ്. ഇന്നലെ എൻ്റെ മോനൊരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുക. സീരിയസാ. ഓപ്പറേഷന് കുറച്ചധികം പൈസ വേണം. ഇന്ന് രാവിലെ പൈസ അയച്ചു കൊടുത്താലേ ഓപ്പറേഷൻ നടക്കൂ. സാറേ, ഞാൻ രാവിലെ മുതലേ ശ്രമിക്കുന്നതാണ്, ഇതുവരെ ശരിയായില്ല. ഇത് ഇപ്പം മണി 10 കഴിഞ്ഞു. സാർ, ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ 2 വള കൊണ്ടുവന്നു. ശരി, കാണട്ടെ. മോളുടെ വളയാ. നിങ്ങൾ സമാധാനപ്പെടൂ, കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്? എനിക്കൊരു 70,000 രൂപ വേണം. നിങ്ങൾക്ക് 70,000 ആണ് വേണ്ടത് അല്ലേ? നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ തൃപ്പൂണിത്തുറയിൽ. നിങ്ങൾ തൃപ്പൂണിത്തുറയിന്നാ വരുന്നത് അല്ലേ? അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? മോള് മാത്രമേ ഉള്ളൂ. മോൻ എന്താ ചെയ്യുന്നത്? മോൻ പഠിക്കുക, ബിടെക്കിന്. ഇത് ഉദ്ദേശം എത്ര ഉണ്ടെന്നറിയോ നിങ്ങൾക്ക്? എത്ര ഗ്രാം ഉണ്ടാവും ഇത്? അറിയില്ല സാറേ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നിങ്ങൾ ID പ്രൂഫ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്തെങ്കിലും ID പ്രൂഫ്, അഡ്രസ് പ്രൂഫായി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്. നോക്കട്ടെ. ഇത് മതിയാവോ സാറേ? ഇത് മതി, ഇത് മതി. ഇത് തന്നെ ധാരാളമാണ്. ഞാനൊന്ന് തൂക്കം നോക്കിയിട്ട് എത്ര വരെ നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ പറയാം. ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ സാർ. ക്രിസ്റ്റി, ഇതൊന്ന് വെയ് ചെയ്ത് നോക്കൂ, നമുക്ക് എത്ര വരെ കൊടുക്കാൻ പറ്റുമെന്ന്.
സാർ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ തൃപ്പൂണിത്തുറയിൽ. ഓക്കെ, ഇത് സാർ കുഴപ്പമൊന്നുമില്ല. ഇത് 40 ഗ്രാമാണുള്ളത്. നമുക്കിതിന് 75,000 രൂപ വരെ പ്രൊവൈഡ് ചെയ്യാം. സാറിന് ഒരു മാസത്തെ സ്കീമാണോ വേണ്ടേ? എനിക്കത് മതി. എനിക്ക് ഓക്കെ, അപ്പോൾ ഒരു മാസത്തെ സ്കീം മതി അല്ലേ? അപ്പോൾ സാർ മന്ത്ലി ഇൻട്രസ്റ്റ് അടച്ചാൽ മതി, ജസ്റ്റ് അടച്ചാൽ മതി. അടച്ചില്ലെങ്കിൽ സാറിന് കൂടുതൽ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ഡ്യൂ ഡേറ്റിന് മുമ്പ് ഞങ്ങൾ സാറിനെ വിളിച്ച് ഇൻഫോം ചെയ്തോളാം. സാർ അതിനെക്കുറിച്ച് ഓർത്ത് വറീഡ് ആവണ്ട. ഞങ്ങൾ കൃത്യസമയത്ത് സാറിനെ വിളിച്ചോളാം. സാർ ഒന്ന് വെയിറ്റ് ചെയ്യണം, ലോൺ ഇപ്പോൾ റെഡിയാക്കി തരാം. സാർ ഒരു മിനിറ്റ്, ഒരു ഫോട്ടോ എടുക്കാവോ? അവിടെയാണ് ഫോട്ടോ എടുക്കുന്നത്. സാർ ഒന്നിങ്ങോട്ട് വന്നു. ഓക്കെ സാർ, താങ്ക് യു. ഇതാ സാർ, സാറിൻ്റെ ഐ ഡി. ക്രിസ്റ്റി, പ്ലീസ് ഗെറ്റ് ഇറ്റ് സൈൻ. സാർ ഈ ഫോം പ്രിപ്പയർ ചെയ്തു. സാറിൻ്റെ പേരിലുള്ളതൊന്ന് സൈൻ ചെയ്യണം. ഇതിലെല്ലാം സൈൻ ചെയ്യണം കേട്ടോ. ഇത് വൗച്ചറാണ്, ഇതിലും സൈൻ ചെയ്യണം. സർ, ഇത് സാറിന്റെ കസ്റ്റമർ കോപ്പിയാണ്. ഇത് ഫണ്ട് റിലീസ് ചെയ്യാൻ വരുമ്പോൾ സാർ കൊണ്ടുവന്നാൽ മതി. സാർ ക്യാഷ്യർ അടുത്തേക്ക് പോയിക്കോളൂ, അവിടെ നിന്ന് പൈസ കളക്ട് ചെയ്യാം. ഇത് സാറിൻ്റെ വൗച്ചറാണ്, പെട്ടെന്ന് ശരിയാക്കണം, ലേറ്റ് ആക്കരുത്. ഓക്കെ, ആ ശരി. ഈ സ്കീം അനുസരിച്ച് 1036 രൂപയാണ് സാറിൻ്റെ പലിശ വരുന്നത്. അത് അടുത്ത മാസം 28-ാം തീയതിയാണ് അടയ്ക്കേണ്ടത്. ശരി. സാർ ഒന്ന് എണ്ണി നോക്കിക്കോളൂ. എണ്ണിയതല്ലേ മോള്? സാർ എന്നാലും ഒന്ന് എണ്ണി നോക്കിക്കോളൂ. ശരി. വളരെ ഉപകാരം സാർ. ഓക്കെ, ശരി ശരി, നിങ്ങളൊന്നും വിഷമിക്കണ്ട, പോയി വരൂ.